കേരളത്തിന് എയിംസ് വേണ്ടേ? ഇത് ആരെ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ പറ്റിക്കുന്നത്? നിങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള സുരേഷ് ഗോപിയും പിന്നെ സംസ്ഥാന ഭാരവാഹികളും തമ്മിലുള്ള അടി ആദ്യം തീർക്ക്. നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. നിങ്ങൾ തമ്മിലുള്ള അടി നടക്കുകയല്ലേ? എയിംസ് എവിടെ വേണം എന്നതിനെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ് എയിംസിന് വേണ്ടി സ്ഥലം എടുത്തിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് എയിംസിന് വേണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലമെടുത്ത് ഇട്ടിട്ടുള്ള വിവരം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എയിംസിൻ്റെ ഒന്നും കാര്യം നിങ്ങൾ പറഞ്ഞ ആളുകളെ ഒന്നും പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾക്കൊന്നും മഹാ അബദ്ധം പറ്റി. നിങ്ങൾക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിനപ്പുറത്തേക്കൊരു ഗതികേടിലേക്ക് പോകാനായിട്ടില്ല. ജനങ്ങളെ വിളിച്ച് എല്ലാവരെയും ഇരുത്തിയിട്ട് സദ്യ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ് സദ്യ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ഒരു സാഹചര്യമാണ് BJP ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഖിലിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇവിടെ ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാതെ പോയിട്ടുണ്ടോ? നിങ്ങൾ പാതി വഴിയിൽ വെച്ച് നിർത്തിയിട്ട് പോയ പദ്ധതികൾ പോലും കേരളത്തിലെ ഗവൺമെൻറ് പണം കൊടുത്ത് നടപ്പിലാക്കുകയാണ്. നിങ്ങൾ നോക്കൂ, പാവപ്പെട്ടവർക്കുള്ള അരിവിഹിതം ഇവിടെ അതിദരിദ്രരെ കണ്ടെത്തി അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പരിശ്രമിച്ചു. എന്നാൽ പാവപ്പെട്ട ആളുകൾക്കുള്ള അരിവിഹിതമുണ്ട്. നിങ്ങൾ തന്നെ ഗരീബ് കല്യാൺ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഈ കൊച്ചു കേരളം നടപ്പാക്കിയതിന് ശേഷം ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ വിഹിതമായി 43.44 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഈ ഗരീബി കല്യാൺ പദ്ധതിക്ക് നൽകാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 25.43 കോടി രൂപ ഈ കൊച്ചു കേരളത്തിന് നൽകാനുണ്ട്. ഗവൺമെൻറ് കൊടുക്കാതിരിക്കുന്നില്ല. സ്റ്റൈഫൻഡ് കൊടുക്കാതിരുന്നാൽ, സ്കോളർഷിപ്പ് കൊടുക്കാതിരുന്നാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കേരള ഗവൺമെൻറ് കടം എടുത്തിട്ടാണെങ്കിലും ശരി ഈ SC ST വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട തുക കൂടി ചേർത്ത് കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. 25.43 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നൽകണം. നിങ്ങൾ നോക്കൂ, ഇവിടെ ശിശു വികസന പദ്ധതി, നമ്മുടെ അംഗൻവാടികൾ, അവിടുത്തെ കുട്ടികളുടെ ഭക്ഷണം, അവരുടെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട 60% തുക 55.51 കോടി രൂപ ഈ കൊച്ചു കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ് നൽകണം. ശ്രീ അഖിൽ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. ഒരു സംസ്ഥാന ഗവൺമെൻറ് BJPയോട് അനുകൂലമല്ല, അല്ലെങ്കിൽ BJPയോട് എതിർത്ത് നിൽക്കുന്നു, നിങ്ങളുടെ നയങ്ങളിൽ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സംസ്ഥാനത്തിനെ ബുദ്ധിമുട്ടിക്കാമോ? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഒരു ഫെഡറൽ സംവിധാനമല്ലേ? കേന്ദ്രവും കേരളവും അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും എന്ന് പറയുന്നത് ഒരു അമ്മ പെറ്റ മക്കളെ പോലെ പ്രവർത്തിക്കേണ്ടവരല്ലേ? പക്ഷേ ഈ കൊച്ചു കേരളത്തോട് എന്തിനാണ് ഈ നീതികേട് കാണിക്കുന്നത് നിങ്ങൾ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 21.44 കോടി രൂപ, സാമൂഹ്യനീതി വകുപ്പിന് 30.9 കോടി രൂപ, ക്ഷേമ പെൻഷൻ ഇനിയിപ്പോൾ പോട്ടെ, ഇവിടെ കേരളത്തിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ആ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ 500 രൂപയും 200 രൂപയും ഒരു 3 ലക്ഷത്തോളം ആളുകൾക്ക് നിങ്ങൾ തരുന്നുണ്ട്. ആ പെൻഷൻ കൊടുത്തത് പോലും 343 കോടി രൂപ ഈ കൊച്ചു കേരളത്തിന് നിങ്ങൾ നൽകണം. ആ പെൻഷൻ കൊടുത്തത് പോലും ആർക്കും പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് 2000 രൂപ വെച്ച് കേന്ദ്ര ഗവൺമെൻറ് തരുന്നോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. 343 കോടി രൂപ ഈ കൊച്ചു കേരളം നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ വിവേചനമാണ്, ഈ കൊച്ചു കേരളത്തോട് വിവേചനമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ GSTയുടെ കാര്യമാണെങ്കിലും മറ്റു കാര്യങ്ങളുമല്ല ഞാൻ പറയുന്നത്. 5783 കോടി രൂപ ഈ കൊച്ചു കേരളത്തിന് നിങ്ങൾ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ പേരിലും മറ്റ് പേരുകളിലും പ്രഖ്യാപിച്ച പദ്ധതികളിലൂടെ ആ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ഈ കൊച്ചു കേരളത്തിന് നൽകാനുണ്ട് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. താങ്കളുടെ യോഗങ്ങളിലെങ്കിലും താങ്കൾ ഇത് പറയണം. കാരണം ഇത് കേരളത്തിലെ ആളുകൾക്ക് ലഭ്യമാകേണ്ട പണമാണ്, അവർക്ക് സഹായം നൽകേണ്ട പണമാണ്. ആ പണം എടുത്ത് ആണ് കേരള ഗവൺമെൻറ് കടം വാങ്ങിച്ചാണെങ്കിലും ഇത് അധികമായിട്ട് നൽകുന്നത്. അപ്പോൾ വിവേചനമുണ്ട് സുഹൃത്തെ. കൃത്യമായി കൊച്ചു കേരളത്തോട് പകയുണ്ട്, നിങ്ങൾക്ക് വിദ്വേഷമുണ്ട്, എതിർപ്പുണ്ട്. ആ പകയും വിദ്വേഷവുമാണ് നിങ്ങൾ വെച്ചു പുലർത്തുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ തികച്ചും വെട്ടിലായിപ്പോയി. BJP എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു വലിയ പ്രഖ്യാപനം, അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള വലിയ പ്രഖ്യാപനം ഇന്നൊരു നിങ്ങൾക്ക് തന്നെ തിരിച്ച് പന്ത് വന്ന് തിരിച്ച് നിങ്ങളുടെ ദേഹത്തേക്ക് തട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്.
ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പാഠമാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു പാഠമാണ്. ഞങ്ങൾ ഉടലോടെ സ്വർഗത്തെടുക്കാം. തിരുവനന്തപുരം നമുക്ക് കാണാം, 5 വർഷക്കാലം നിങ്ങൾ ഭരിക്ക്, നിങ്ങൾ കാണാം. നിങ്ങൾ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾ പഠിക്കട്ടെ. ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചപ്പോഴാണല്ലോ കുഴപ്പം. ഇപ്പോൾ നിങ്ങൾ ഭരിച്ച് ഈ നാടിനെ ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ റോള് ഞങ്ങൾ വഹിക്കാം, ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ റോള് വഹിച്ച് ഞങ്ങൾ നിൽക്കാം. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള വസ്തുത നമ്മൾ ജനങ്ങളോട് പറയണം, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയണം. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാം.